മാക്ലറിന്റെ ഈ ഒരു സെഷനകത്ത് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബിസിനസ് ബേസ്ഡ് ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും അല്ല. പ്യുവർലി നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്വയം തയ്യാറെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഡയർ ടു ഡ്രീം. ഇന്ന് പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ സ്വപ്നം കാണാൻ പേടിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വിജയത്തിലേക്ക് എത്താൻ സാധിക്കാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ എന്താ പറയുക, എള്ളോളം കിട്ടുന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആഗ്രഹിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മനസ്സ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള വഴി തുറന്ന് നമുക്ക് കാണിച്ചു തരുള്ളൂ. അപ്പൊ ആഗ്രഹങ്ങൾ കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം ആഗ്രഹങ്ങൾ കൂടുന്നു അത്രത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. എന്ന് വെച്ചാൽ അവസരങ്ങൾ എന്ന് പറയുന്നത് എവിടെ ഇല്ലായിരിക്കൊന്നുമില്ല, അവസരങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മളുടെ ആഗ്രഹം അതിനൊത്തു വരുമ്പോഴാണ് അവസരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കത് വേണ്ടത് നമ്മൾ സ്വപ്നം കാണാൻ അല്ലെങ്കിൽ ഡ്രീം ചെയ്യാനായിട്ട് ധൈര്യപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന സമയത്ത് ഈ സ്വപ്നം കാണാൻ ധൈര്യപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണാറൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജെനുവിൻ ആയിട്ട് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഡിസയർ ആയിട്ട് വരുന്ന സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്നൊരു കുറിച്ചോട് വെച്ച് കഴിഞ്ഞാൽ ഏതാ കാറ് വേണ്ടേ, റോൾസ് റോയ്സ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോൾസ് റോയ്സ് മേടിക്കാനായിട്ട് എന്ത് പ്ലാനാണ് ഉണ്ടാക്കാൻ പോണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നിട്ട് അത് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുക എന്താ നിന്റെ ജീവിതത്തിൽ ആരാവാനാണ് ആഗ്രഹം? എനിക്കൊരു എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. അപ്പൊ ആ എഞ്ചിനീയർ ആയതുകൊണ്ട് എങ്ങനെയാണ് റോൾസ് റോയ്സ് മേടിക്കാൻ പോകുന്നത്? ആ റോൾസ് റോയ്സ് എന്ന് പറയുന്നത് റോഡിൽ പോകുമ്പോൾ ആരൊക്കെയോ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ കണ്ട് ഒരു ആഗ്രഹം മാത്രമാണ്. അതിനെയല്ല ഡെയർ ടു ഡ്രീം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണം. ആ ലൈഫ് സ്റ്റൈലിലേക്ക് എത്തുന്നത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിനെയാണ് നമ്മൾ ആ ഒരു ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രീമിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ബിലോട് അബ്ദുൽ കലാം ജി പണ്ട് പറഞ്ഞതെന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്: സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, പക്ഷേ നമ്മൾ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കാര്യം നമ്മൾ അച്ചീവ് ചെയ്യാതെ ഉറങ്ങില്ല. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രം വരുന്ന ഒരു അവസരത്തിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്. അത്തരം സ്വപ്നങ്ങളെ കാണുന്ന ധൈര്യപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എന്താണ് ഈ സ്വപ്നങ്ങളുടെ ഇമ്പോർട്ടൻസ്? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ലക്ഷ്യങ്ങൾ എന്ന് പ്രധാനമാവണമെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം, ഗോൾസ്. നമ്മുടെ ജീവിതത്തിലെ ഗോൾസ് ഭയങ്കര പ്രധാനമാണ്. ഈ ഗോൾസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതിനായിട്ട് നമുക്ക് ഗോൾ എവിടെയാണ് നടക്കണം എന്നുള്ള സ്ഥലത്തേക്ക് തന്നെ പോവാം. ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുപോകാം. ഒരു ഫുട്ബോൾ മൈതാനത്തിൽ നല്ല ഫുട്ബോൾ ഉണ്ട്, നല്ല കമ്പനിയുടെ ഫുട്ബോൾ ഉണ്ട്, നല്ല പ്ലെയേഴ്സ് കളിക്കാനുണ്ട്. രണ്ടുപേര് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള കളിയാണ് അവിടെ നടക്കുന്നത്. അത്ര നല്ലൊരു ഫുട്ബോൾ മാച്ചാണ് നടക്കുന്നത്. എന്ത് സംഭവിക്കുകയെന്ന് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു മാച്ച് കാണാൻ നമ്മൾ പോയിരിക്കുക. ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചിൽ നമുക്കറിയാം അവിടെ ആ എതിർ കക്ഷിയുടെ ആ വലയിലേക്ക് ഗോൾ പോസ്റ്റിനകത്തേക്ക് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുന്ന വ്യക്തി ജയിക്കും. ആരാണ് കൂടുതൽ ഗോൾ അടിക്കുന്നത് അവരായിരിക്കും ജയിക്കുക. അപ്പൊ ആ ഗോളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആകെ ആവേശത്തോടുകൂടി കളി കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളിക്കാരും കൊണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കളി കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, അവിടെ ഗോൾ പോസ്റ്റ് ഇല്ല. ആ കളിക്കളത്തിൽ ഗോൾ പോസ്റ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കളിക്ക് എന്തെങ്കിലും രസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ജീവിതത്തിൽ കളിക്കുന്ന കളിക്ക് ഗോൾ പോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കളിക്ക് ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഗോൾ പോസ്റ്റ് ആണ് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ അവസാനം എന്താണ് എന്ന് കണ്ടിട്ടായിരിക്കും ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് എല്ലാം വളരെ അഭിമാനത്തോട് പറയുന്നതാണ് ISROനെ കുറിച്ച്. ISROന്റെ ഒക്കെ തുടക്കങ്ങളിൽ ഉണ്ടായിരുന്ന ഡ്രീമുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്ത സമയത്ത്, കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഉള്ള കാലത്ത് വരെ ISRO ഉണ്ടാക്കി. ISROന്റെ ഫോർമേഷന്റെ സമയത്തൊക്കെ സ്പേസ് ഷട്ടിലുകളെ കുറിച്ചുള്ള ഡ്രീമും അതവിടെ പോയി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡ്രീം ചെയ്തിരുന്ന വിക്രം സാരാഭായ് പോലുള്ള ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾക്ക് അത് പറയുന്ന സമയത്ത് അവരതിനു വേണ്ടി എടുത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളെ കുറിച്ചൊരു വീഡിയോ ഞാൻ കാണാനുണ്ടായി. ഭയങ്കര മോട്ടിവേറ്റഡ് ആയി പോയി.
ഇന്ന് ലോകം മുഴുവൻ പറയുന്നു സ്പേസ് എക്സ് ഒക്കെ നമ്മളെ പേടിയാണ്, ഭാരതത്തിനെ പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ISRO അവരൊക്കെ വെറുതെ എന്താ പറയുക, തമാശ കളിച്ച് കളിക്കുന്ന പൈസ കൊണ്ട് സ്പേസ് ഷിപ്പുകൾ ഉണ്ടാക്കുക, ചൊവ്വയിലൊക്കെ പോയിട്ട് ലാൻഡ് ചെയ്യുന്ന സ്പേസ് ഷിപ്പുകൾ ഉണ്ടാക്കുക. ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം എന്താണ് സംഭവിക്കുക അവസാനം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തന്നെ, ആഗ്രഹവും സ്വപ്നങ്ങളും, പക്ഷേ അതിന് ഒരു ആക്ഷൻ പ്ലാനും ടൈം ലിമിറ്റും ഉണ്ടാവും. ഏത് സമയത്ത് നമ്മൾ അത് അച്ചീവ് ചെയ്യും, അത് എങ്ങനെ അച്ചീവ് ചെയ്യും, ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരു ഗോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് ഡേ ഡ്രീംസ് അല്ലാതെ, അല്ലെങ്കിൽ ഉറക്കത്തിൽ കാണുന്നതല്ലാതെ ജെന്യുവൻ ആയിട്ട് കാണുന്നതാണെങ്കിൽ അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവും. ഈ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിൽ നിന്ന് തിരിച്ചു വരികയാണ്. നമ്മൾ എവിടെ എത്തണം എന്ന് നമ്മൾ ആദ്യം കണക്കാക്കിയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന അവസരങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ അൾട്ടിമേറ്റ്ലി വേണ്ടത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മൾ കണക്കാക്കി, എസ്പെഷ്യലി ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥയിൽ നിന്ന് പിന്നാക്കം നമുക്ക് വരാൻ സാധിക്കണം. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്കൊരു ക്യാമറ ഒരെണ്ണം പോലും ഓൺ ആയിട്ട് ഇവിടെ കാണാനില്ല, എന്റെ അല്ലാതെ. അപ്പൊ അതിന്റെ അർത്ഥം ഞാനിവിടെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുക എന്നാണോ? അല്ല അല്ല അല്ല. കുറച്ച് ക്യാമറാസ് ഓൺ ആവട്ടെ. എനിക്ക് കുറച്ച് എല്ലാവരും ക്യാമറകളൊന്ന് ഓൺ ചെയ്ത വലിയ ഉപകാരം. അല്ലെങ്കിൽ ഞാനിവിടെ എന്റെ കമ്പ്യൂട്ടറിനോട് മാത്രം നോക്കി ഒറ്റയ്ക്ക് വർത്താനം പറയുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. സനോജ് റൈറ്റ്. ഹലോ. സനോജ്, ആ ക്യാമറ ഒന്നും ഓണായി കാണാനില്ല. ഓക്കെ ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ഷംഷീർ ഓണാണ്. ഓക്കെ, ആശിഷ് ഓണാണ്. ആശിഷിന്റെ ആശിഷ് സാംസങ് SM ഓണാണ്. പ്രദീപ് കുമാർ ഓണാണ്. PR ഗണേഷ് സാർ ഓണാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ബിജു MK, ആശിഷ് PV. ഫൈൻ ഫൈൻ. സോ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സൗണ്ട് കുറവാണ്. അതിനുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് S എന്ന് ടൈപ്പ് ചെയ്യൂ. എത്ര പേര് ആക്റ്റീവ് ആണെന്ന് ഞാൻ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചാറ്റിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കാര്യം പറഞ്ഞു. ആ ഫുട്ബോൾ ഗ്രൗണ്ടില് ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ കളി രസമാണോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഗോൾ പോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. അപ്പൊ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമാണ്. ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്താണ് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് കണ്ടെത്തിയതിന് ശേഷം അതിലേക്ക് എത്താനുള്ള വഴി അപ്പം മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇതിനോട് അനുകൂലിക്കുന്ന ആളുകൾ യെസ് എന്ന് പറയും. യെസ്, താങ്ക് യു, യെസ്, വെരി ഗുഡ്. ശ്രീജിത്ത്, അനസ്, DK, അസ്കർ, ഗണേഷ്, ആശിഷ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സോ സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. ഫൈൻ. സോ നമ്മളപ്പോ മനസ്സിലാക്കി നമ്മുടെ ഡ്രീംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രീംസ് എങ്ങനെ ഉണ്ടാവണം? നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഗോൾസ് എങ്ങനെ ഉണ്ടായിരിക്കും? ഇറ്റ് ഷുഡ് ബി സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. വളരെ സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ആ ടാർഗറ്റ് മെഷറബിൾ ആയിരിക്കണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെ മെഷറബിൾ ആയിട്ടുള്ള, അതിന് എത്ര ക്വാണ്ടിറ്റി, എത്ര അതിന്റെ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അസൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്ക് ആ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ടൈം റിലേറ്റഡ് ആയിരിക്കണം. നമുക്കുള്ള സമയത്തിനെ ബേസ് കൊണ്ട് സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോ ഡ്രീം എത്ര വലുതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡ്രീമിന്റെ വലുപ്പത്തിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ അത് അസൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കണം.
റിയലിസ്റ്റിക് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന ഡ്രീം മറ്റുള്ളവർക്ക് റിയലിസ്റ്റിക് ആയിക്കൊള്ളുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നും വയറിന്റെ ഒന്നും ആവശ്യമില്ല ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കാവുന്ന സംവിധാനമാണ് ടെസ്ല കൊണ്ടുവരാൻ പോകുന്നത് പറയും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് റിയലിസ്റ്റിക് അല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അദ്ദേഹം അങ്ങനെ ദിനവെക്കും മുമ്പ് റിയലിസ്റ്റിക് അല്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇത് റിയലിസ്റ്റിക്കിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വി ക്യാൻ ഹാവ് ദ ഡ്രീം റിയലിസ്റ്റിക്. നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണം. നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പലപ്പോഴും റിയലിസ്റ്റിക് എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് അയ്യോ ഞാൻ 100 കോടി പറഞ്ഞാൽ അത് അധികമാകുമോ, അത് റിയലിസ്റ്റിക് അല്ലാതാവുമോ, 1000 കോടി പറഞ്ഞാൽ അല്ലാതാവുമോ എന്നുള്ള സംശയിക്കുന്നുണ്ടാവും. ദർ ഇസ് നത്തിങ്. അങ്ങനെ ഒന്നുമില്ല. ഇന്നൊക്കെ എത്രയാണെങ്കിലും അതിന്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ റിയലിസ്റ്റിക് ആയിട്ട് ആ ഡ്രീമിന് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ റിയലിസ്റ്റിക് ഡ്രീം. അതൊരു ടൈം റിലേറ്റഡ് ആയിട്ട് ഏത് സമയത്തിനുള്ളിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ആ ഒരു ആംഗിളിലേക്കുള്ള ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രീം നമുക്ക് തീർച്ചയായിട്ടും ഒരു റിയലിസ്റ്റിക് ഡ്രീമായി മാറും. സോ നമ്മൾ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തി ഇത്രയാണ്. റൈറ്റ് ഡൗൺ അവർ ഗോൾസ്. അതിന് എത്രയാണ് നമ്മളുടെ സമയപരിധി വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. അതിന്റെ എമൗണ്ട് എത്രയും തീരുമാനിക്കുക, സമയപരിധി തീരുമാനിക്കുക, സ്വയം ഡിക്ലെയർ ചെയ്യുക, യെസ് ഞാൻ ഈ സമയത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്യും. ആ വേണ്ട കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് ആ കടലാസ് എടുത്ത് ഡെയിലി ഒന്ന് നോക്കുക. നമ്മുടെ ഡ്രീമിൽ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കടലാസ് എടുത്ത് നോക്കാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ബേണിംഗ് ഡിസയർ. നമ്മുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബേണിംഗ് ഡിസയർ. ഒരു ബേണിംഗ് ഡിസയർ ആയി മാറും. എന്താണ് ഈ ബേണിംഗ് ഡിസയർ? ബേണിംഗ് ഡിസയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരിക്കൽ സോക്രട്ടീസിന്റെ അടുത്ത് ഒരു കൊച്ചി ഒന്ന് ചോദിച്ചു, എന്താണ് ഈ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്? അപ്പൊ ഈ ബേണിംഗ് ഡിസയർ എന്താന്ന് പറയണേ ചോദിച്ചപ്പോൾ സോക്രട്ടീസ് നേരെ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് എന്റെ കൂടെ വാ പറഞ്ഞു. നേരെ അവനെ കൂട്ടിയിട്ട് അടുത്തുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയിട്ട് ആ കഴുത്തിനവിടെ കുത്തിപ്പിടിച്ച് വെള്ളത്തിനകത്തേക്ക് അങ്ങോട്ട് മുക്കി. വെള്ളത്തിനുള്ളിൽ കിടന്ന് ഇങ്ങനെ പെടഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വല്ലാത്ത വെള്ളത്തിലായി കഴിഞ്ഞപ്പോ സോക്രട്ടീസ് അവനെ പുറത്തേക്ക് എടുത്തിട്ട് ചോദിച്ചു, ആ വെള്ളത്തിനുള്ളിലായിരുന്ന സമയത്ത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? അത് കുറച്ച് എയർ കിട്ടണം എന്നുള്ളതായിരുന്നു. ഒരു കാറ്റ് കിട്ടുക അല്ലെങ്കിൽ വായു കിട്ടുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ ആ വായു കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചു പോകും. ആ മരിച്ചു പോകാതെ വായു കിട്ടുന്ന രീതിയിൽ അത്ര ഒരു അങ്ങനത്തെ, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസയറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിനെയാണ് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബേണിംഗ് ഡിസയർ ആയിട്ട് നമ്മുടെ ഡ്രീംസിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് നമ്മുടെ ഡ്രീംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കടലാസിലേക്ക് ഒന്നും എഴുതാറില്ല. കടലാസിലേക്ക് എഴുതാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്ത് നമ്മുടെ ഡ്രീം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ തോന്നി ഇന്നാ ഇതാവാം, കുറച്ച് കഴിഞ്ഞാൽ അന്ന് അത് വേണ്ട, പിന്നെ ഇതാവാം, ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊന്ന് കാണുമ്പോൾ പറയും എന്നാ പിന്നെ അതാവാം. ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്ട്രെങ്ത് തരില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്ട്രോങ് ആയിട്ട് അത് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസയർ വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ഫിക്സഡ് ആയിരിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന പ്രോഗ്രാം വളരെ കറക്റ്റ് ആണെങ്കിൽ, അതിന് ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഡ്രീം ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഫിക്സ് ചെയ്ത ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടേതായ ഒരു ഡ്രീം ഷീറ്റ് എഴുതിയിട്ടാക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക, അതിന് എത്ര പണം വേണമെന്നുള്ളത് നോക്കുക, അതിന് എത്ര ടൈം പീരീഡ് വേണമെന്ന് നോക്കുക. അത് നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്യുക, ഞാൻ അത് ചെയ്യും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അത് ചെയ്യുമെന്ന് തീരുമാനിക്കുക, ഡിക്ലെയർ ചെയ്യുക. ആ ഗോൾ ഷീറ്റ് ഡെയിലി എടുത്തൊന്ന് വായിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് നമ്മൾ പോകും. നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ബിസിനസ് നമ്മളുടെ ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തായിരുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മളുടെ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടൈം ലിമിറ്റിനകത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഡ്രീം, പറ്റിയ ഒരു ബിസിനസ് ആണോ അല്ലെങ്കിൽ പറ്റിയ ജോലിയാണോ പറ്റിയൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റെന്തും നമുക്ക് തിരിച്ചു പിടിക്കാം, പക്ഷെ നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മറ്റേ ആരോ പറയും, അതായത് സിഗരറ്റ് വലിക്കുകയൊക്കെ നിർത്തണം മക്കളെ, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു പറയും.
അപ്പൊ ഒരുത്തൻ തിരിച്ചു ചോദിക്കാണ് ആരോഗ്യം നഷ്ടപ്പെടും. അപ്പൊ ഞാൻ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എന്താ ഗുണം ഉണ്ടാവുക? നിന്റെ ആയുസ് കൂടും. എന്റെ ആയുസ് 85 വയസ്സിൽ നിന്ന് 5 വർഷം കൂടി 90 കൂടുള്ളൂ. അല്ലാണ്ട് 25 വയസ്സിൽ നിന്ന് ഒരു 5 വർഷം കൂടി 30 ആക്കാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്താ? ആ 25 വർഷം 30 വയസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് കൂടിയേ കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റിയ സമയങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈമുകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് 50ലേക്കും 55ലേക്കും ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ വൈകി കഴിഞ്ഞു. നമ്മൾ വളരെ ഫാസ്റ്റ് ആവേണ്ട സമയമായി. കാര്യം നമ്മുടെ ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സമയം വളരെ കുറവാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡ്രീംസ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി നല്ല സമയം അവർക്കുണ്ടായിരിക്കും. സോ ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മളൊരു നമ്മുടെ ആ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു അർജൻസി, സെൻസ് ഓഫ് അർജൻസി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ബിസിനസ് ചെയ്യണം, ബിസിനസ്സിനകത്ത് ഇത്ര ഏൺ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് ഫിക്സ് ചെയ്താൽ അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാനായിരിക്കണം നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത് പറയാം നമുക്ക് ഒരു മാസം കൊണ്ട് ചെയ്യും, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫോക്കസ് എന്ന് പറയുന്നത് അത് ഇന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കായിരിക്കും. മാക്ലിന്റെ പ്ലാൻ നിങ്ങൾക്ക് കേട്ടു, മാക്ലിന്റെ പ്ലാൻ കേട്ടു, 5 പേരെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് ആവാം. ഈ അഫിലിയേറ്റ് ആവാൻ വേണ്ടി എന്തിനു നിങ്ങൾ 5 ദിവസം കാത്തിരിക്കണം? എന്തുകൊണ്ട് ഇന്ന് ചെയ്തുകൂടാ? അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിനകത്ത് ഹയർ ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആയിട്ടുള്ള ട്രില്യണയർ എന്ന് പറയുന്ന പൊസിഷൻ അച്ചീവ് ചെയ്യാൻ എത്ര കാലം കൊണ്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് പറ്റും നല്ല ചിന്തിക്കേണ്ടത്. 1 മാസം കൊണ്ട് നമുക്ക് അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ആ ഒരു പൊസിഷൻ 1 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഗോൾസിനെ നമ്മൾ മനസ്സിലാക്കുകയും എഴുതുകയും ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുകയും ആ ഫിക്സ് ചെയ്തതിന് പ്രാക്ടിക്കൽ ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രീംസ് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും സത്യമാക്കി മാറ്റാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് ആ ഡ്രീം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം. ഹയർ ഡ്രീംസിലേക്ക് പോകാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. ആ ധൈര്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നമുക്ക് ആ ഡ്രീം അച്ചീവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഒരു വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാം. വീഡിയോ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. Unknown brain. ഓക്കെ എന്താ പറഞ്ഞു? ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. Marvin Devine. I'm saying bye to all the lies and all the times you cried, saying that I wasn't right, yet I was right by your side. You manipulator, playing games, your friends commentators, and I don't know what you say about our private conversations, but it's got them hating. Thanks to all the rumors you be claiming, it's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living better. I'm trying to tell you that me just doing me gon' have you jealous. I know that I gotta stay away from all your games, yeah. I know that I found somebody else to love me one day, yeah. You'll realize the grass ain't greener on the other side, no. You did me dirty for the last time, so now I gotta say goodbye.
beat it, now you gotta face the music. I'm saying I know that I gotta stay away from all your games, yeah. നിങ്ങളെ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലാണ്. ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനത്തെ വീടുകളുണ്ട് ഈ നാട്ടിൽ. ഇതിനകത്ത് കാണിച്ചിരുന്ന ബെന്റ്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റോൾസ് റോയ്സ് ആയിക്കോട്ടെ, ഇത്തരം കാറുകൾ ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ നിരത്തിലും ഓടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാറിന്റെ ഷോറൂം, യൂസ് കാർസിന്റെ ഷോറൂം, ലക്ഷറി കാർസിന്റെ ഷോറൂം, അവിടെ ഇതൊക്കെ 1.5 കോടി 2 കോടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാറുകൾ തന്നെയാണ് ഈ കാറുകളുണ്ട്. ഇതേമാതിരിയുള്ള ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ആളുകൾ നമ്മളും തമ്മിൽ രൂപത്തിലോ ഭാവത്തിലോ വ്യത്യാസം. അവർക്കില്ലാത്ത അവർക്ക് ഉള്ളതിനേക്കാൾ കുറവായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക അംഗങ്ങളോ മറ്റോ നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കുറവുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടുതലുണ്ടോ? ഇല്ല. അവർ ശരിയായ അവസരത്തിനെ അവർ തിരഞ്ഞെടുത്തു, ആ ശരിയായ അവസരത്തിനെ അവർ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച അവസരങ്ങളാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവർക്ക് സക്സസ് ഉണ്ടാക്കിയത്. ഇവരെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും ഉപയോഗിച്ചൊരു കാര്യം കാണാം. ഓൾ ദി സക്സസ്ഫുൾ പീപ്പിൾ യൂസ് ദ പവർ ഓഫ് ലിവറേജ്. അവരെല്ലാം ഉപയോഗിച്ചത് ലിവറേജിന്റെ പവറാണ്. ആ ലിവറേജിന്റെ പവർ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ കുറെ പേരൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ലോകത്ത് റോബർട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ എല്ലാ ബുക്സും. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആയിക്കോട്ടെ, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്സ് ആയിക്കോട്ടെ. ഈ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതൊരു റിയാലിറ്റി, വലിയൊരു റിയാലിറ്റി നമുക്കറിയാം. 95% ആൾക്കാർ നിൽക്കുന്നത് ഒരു എംപ്ലോയിയോ സെൽഫ് എംപ്ലോയിഡോ ആയിട്ടാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ എംപ്ലോയി ആവാനും സെൽഫ് എംപ്ലോയിഡ് ആവാനും തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി നമ്മളെ പഠിപ്പിക്കുന്നത്. പഠിച്ച് 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 നല്ലൊരു ജോലി കിട്ടാനാണ് കുട്ടികളോട് പറയുന്നത്. ചെറുപ്പം തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, നീ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ വേറെ ആരെയും ഏൽപ്പിച്ചു കൊടുക്കരുത്, സ്വയമായിട്ട് ചെയ്യണം, എന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകും. അപ്പൊ അത് കാരണം നീ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല, ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെലിഗേഷൻ പേടിയാണ്. നമ്മളെല്ലാവരും 95% ആൾക്കാരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്വയം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വിശ്വസിച്ചിട്ടുള്ള കുറെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കേട്ടുപരിചയമുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന മെന്റൽ ഹാർഡ് വർക്കിനെ ഹാർഡ് വർക്കായിട്ട് കണക്കാക്കുന്നില്ല, ഫിസിക്കൽ ഹാർഡ് വർക്ക് ചെയ്താലേ സക്സസ് ആവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കാരായിരിക്കണം ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. അവർ ചെയ്യുന്ന ഒരു കഷ്ടപ്പാട് ആലോചിക്കുക. ചൂടത്ത്, ആ വെയിലത്ത്, പൊരി വെയിലത്ത്, കത്തുന്ന ടാറിന്റെ അവിടെ ആ മറ്റേ റബ്ബറിന്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് അവർ ആ ടാറ് വലിച്ചിടുന്ന ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ സക്സസ് ആവേണ്ടത്. കാര്യം ഹാർഡ് വർക്ക് അല്ലേ സക്സസ് ഉണ്ടാക്കി തരുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാർഡ് വർക്ക് അല്ല സക്സസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏറ്റവും ചിന്തിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആ ലിവറേജ് ആരാണ് ഉപയോഗിക്കുന്നത് അവരാണ് സക്സസ്ഫുൾ ആവുന്നത്. ലോകത്തുള്ള ബിഗ് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അവരുടെ എല്ലാം സക്സസിന്റെ റീസൺ അവരുടെ നെറ്റ്വർക്കിന്റെ വലുപ്പമാണ്. ദേ ഹാവ് ക്രിയേറ്റഡ് എ ബിഗ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫോർ ദം. ആ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ കയ്യിൽ വരുമാനം വരുന്നത്. ആ വരുമാനം വന്നു എന്നുള്ളത് മാത്രമല്ല, ആ എമൗണ്ടിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ ബില്യണയേഴ്സ് ആവുന്നത്. അവിടുത്തെ കോമ്പറ്റീഷൻസ് നടക്കുന്നത് അവരുടെ അസറ്റിന്റെ മുകളിലാണ്. അവരുടെ അസറ്റ് എത്രത്തോളം ഉണ്ടോ അതിന്റെ മുകളിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേട്ടു അദാനിയുടെ മുകളിൽ കേസുകൾ വന്നു. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനിയുടെ ഷെയർ വാല്യൂ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അദാനി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ള പദവി നിന്ന് താഴേക്ക് വരും. അപ്പൊ അത് വരുന്ന സമയത്ത് ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ എണ്ണം കുറയും. ഇതിനെയൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്കാണ് ആ മേഖലകളൊക്കെ ചിന്തിച്ചു പോകുന്നത്. നമുക്കും വേണ്ടേ അത്തരത്തിലൊക്കെ ആവാൻ? നമുക്കും അത്തരമൊന്നും ആയില്ലെങ്കിൽ അതിന്റെ ഏകദേശം അടുത്തേക്കെങ്കിലും എത്താൻ നമുക്കും സാധിക്കണ്ടേ? എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ചിന്തിക്കാതിരിക്കണം? വൈ ഷുഡ് വി നോട്ട് ഡ്രീം ലൈക്ക് ദാറ്റ്? അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? എന്ത് കാരണം കൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? എന്ത് കുറവാണ് നമുക്കുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവരും ലിവറേജ് ഉള്ള ബിസിനസ് ആയിരിക്കണം ചെയ്യുന്നത്. ഈ ലിവറേജ് ഉള്ള ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം, നമ്മൾ അത്തരത്തിലൊരു വളരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. യു ഹാവ് ടു ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് എങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കണം വെച്ചാൽ വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.
ആ വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയാലാണ് ആ വെൽത്തി മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് വെൽത്തി മൈൻഡ് സെറ്റ്സിന്റെ പോയിന്റ്സിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതിനെക്കുറിച്ച് ഒരുപാട് ബുക്സ് വന്നിട്ട് ആ ബുക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഏറ്റവും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം, നമുക്ക് അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി പോവാം. റിച്ച് ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്. ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ചിന്തഗതി പോകുന്നത് ഞാനാണ് എൻ്റെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത്. അതേസമയം ഒരു പാവപ്പെട്ട മൈൻഡാണ് അല്ലെങ്കിൽ ഒരു പുവർ മെന്റാലിറ്റി ഉള്ള ഒരാൾ ആലോചിക്കുന്നത്, ഓ എനിക്ക് എന്ത് ചെയ്യാൻ, ഇതൊക്കെ ഇങ്ങനെ വരുന്നു, എന്റെ വിധിയാണ്, ഇങ്ങനെയൊക്കെ കഴിയാനാണ് വിധി, എന്റെ സമയം ശരിയല്ല, എന്റെ വിധി എന്നെ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്, ആരാണ്ടും ഇവിടെ ഇരുന്ന് എന്റെ തീരുമാനിച്ചിട്ട് എന്റെ തലയിലേതാണ്ട് വരച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ഞാൻ പോകുന്നത്. റിച്ച് ക്രിയേറ്റ്സ് ഹിസ് ലൈഫ്. റിച്ചിന്റെ വെൽത്തിയുടെ മനസ്സെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടായി, അടിപൊളി, ആ പ്രശ്നം എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. അടുത്ത പ്രശ്നം വാ, അതിനെ ഞാനിപ്പോ ഓവർകം ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിന്റെ അടുത്ത ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുമ്പോൾ ഓരോ ലെവലും മേപ്പെട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു മെന്റൽ എബിലിറ്റിയാണ് ഈ വെൽത്തി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, ദ റിച്ച് പ്ലേ ടു വിൻ, പുവർ പ്ലേ നോട്ട് ടു ലൂസ്. അതായത് ജയിക്കാൻ വേണ്ടി കളിക്കുന്നത്, അല്ലാതെ തോൽക്കാതിരിക്കാൻ വേണ്ടി ഡിഫെൻഡിങ് കളിച്ചുകൊണ്ടിരിക്കുക അല്ല ചെയ്യുക. റിച്ച് മൈൻഡ് സെറ്റ് എപ്പോഴും, വെൽത്തി മൈൻഡ് സെറ്റ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അത് വിജയിക്കുക, അത് അൾട്ടിമേറ്റ്ലി എത്തിക്കുക. അതിന് നഷ്ടം വരാതിരിക്കാൻ കളിക്കാതിരിക്കുക എന്നുള്ളതല്ല. നഷ്ടം വരാതിരിക്കാനാണെങ്കിൽ കളിക്കാണ്ടിരുന്നാൽ പോരെ. എന്തിനാണ് കളിക്കളത്തിൽ ഇറങ്ങേണ്ട കാര്യം? നഷ്ടം വരാതിരിക്കാനാണെങ്കിൽ, തോൽക്കാതിരിക്കാനാണെങ്കിൽ കളിക്കളത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ കുത്തിയിരിക്കുക. ഏറ്റവും വലിയ റിസ്ക് അതല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ ഒരു അവസ്ഥ ആലോചിക്കുക, ആകെ റിസ്ക് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ചെയ്താൽ റിസ്ക്, വീട്ടിൽ കുത്തി ചെയ്താൽ ചിലപ്പോൾ ഇടിവെട്ടി ഇത് ഉരുണ്ട് താഴേക്ക് വീണ അത് റിസ്ക്. അങ്ങനെ ജീവിതത്തിൽ റിസ്ക് ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ജനിച്ചു വീഴുന്ന സമയം തൊട്ട് മരിക്കുന്ന ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഫുൾ റിസ്ക് തന്നെയാണ്. അപ്പൊ ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ ആ വിൻ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റും. റിച്ച് ഇസ് കമ്മിറ്റഡ് ടു ബി റിച്ച്. ആ റിച്ച് ആവണം, വെൽത്തി ആവണം എന്നുള്ളത് കമ്മിറ്റഡ് ആണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, കോംപ്രമൈസുകളൊന്നുമില്ല. ആ ഒരു ലെവലിലേക്ക് എത്തുക തന്നെ ചെയ്യും. റിച്ച് ഓൾവേസ് തിങ്ക് ബിഗ്. വലുതേ ചിന്തിക്കുള്ളൂ, അല്ലാതെ ചെറിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന പരിപാടിയില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ കാണുന്ന പുവറിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഭ്രാന്ത, അവൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു പറയും. കാരണം അവർ വലുത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മെന്റൽ സെറ്റപ്പ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്, ആ ലെവലിലേക്ക് വളരാൻ തയ്യാറെടുക്കുകയാണ്. തീർച്ചയായിട്ടും ചുറ്റുപാടും ഒരുപാട് ആളുകൾ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കാനുണ്ടാവും. അവരെ കുടഞ്ഞെറിഞ്ഞ് മേപ്പെട്ടു പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കുകയാണ് ആ വെൽത്തി മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിച്ച് ഫോക്കസ് ഓൺ ഓപ്പർച്യൂണിറ്റീസ് റാദർ ദാൻ ഒബ്സ്റ്റക്കിൾസ്. ഒരു കാര്യം എങ്ങനെ നടക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുക, അത് നടക്കുന്നതിനുള്ള വഴികൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അവസരങ്ങളുണ്ട് നമുക്ക് അതിനെ സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ഒരു നദി ഒഴുകുന്ന പോലെ നമുക്ക് എങ്ങനെ പോകാം. ഒരു നദിയെ ഒരിക്കലും തടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ, നദി ഒഴുകിങ്ങനെ വരുന്ന നദിയില് നടുവിൽ ഒരു മരം വന്ന് വീട് കഴിഞ്ഞാൽ നദി എന്താ ചെയ്യുക? ഒന്നേന്റെ മുകളിൽ കൂടി പോകും, അല്ലെങ്കിൽ അതിന്റെ താഴെ കൂടി പോകും, അല്ലെങ്കിൽ സൈഡിൽ കൂടി പോകും. നദി ഈസ് അൺസ്റ്റോപ്പബിൾ. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെ അല്ല കണ്ടത്. ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഒരു വെൽത്തി മൈൻഡ് സെറ്റ് എപ്പോഴും കാണുന്നത്. റിച്ച് അസോസിയേറ്റ് വിത്ത് റിച്ച് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ. നമ്മുടെ അസോസിയേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി തരും. കാര്യം നമ്മുടെ ചിന്താഗതികളെ മാറ്റുന്നത് നമ്മുടെ അസോസിയേഷനാണ്. അപ്പൊ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ട് പറയുന്ന വർത്തമാനങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഭയങ്കര എഫക്ട് ഉണ്ടാകും. റിച്ച് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് റിച്ച് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ ആയിട്ടാണ്. അപ്പൊ അവരുടെ ഡിസ്കഷൻസ് എല്ലാം പോകുന്നത്, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, ധീർഭായ് അംബാനിയുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്, അവരെല്ലാരും കൂടി അവരുടെ ചെറുപ്പകാലത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? അവര് നാളെ കട എങ്ങനെ വിട്ടാം, ആ ലോൺ എങ്ങനെ അടയ്ക്കാം, ഈ ലോൺ എങ്ങനെ അടയ്ക്കാം, ഈ കൊച്ചിനെ പഠിപ്പിക്കാതെ എന്ത് ചെയ്യാം, ഇതൊന്നല്ല അവർ ചിന്തിക്കുക. അടുത്ത ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നു. അവരുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? അടുത്ത മേഖലകൾ കണ്ടെത്തുന്നു, വലിയ വലിയ ബിസിനസ്സുകൾ അവർ ഡെവലപ്പ് ചെയ്യുന്നു, ലോകത്തെ കോടീശ്വരന്മാരായി മാറും. സോ റിച്ച് അസോസിയേറ്റ് വിത്ത് റിച്ച് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ. നമ്മളുടെ അസോസിയേഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനത്തെ ആളുകളുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. റിച്ച് പീപ്പിൾ ആർ ഓൾവേസ് ബിഗർ ദാൻ ദെയർ പ്രോബ്ലംസ്. അവർ പ്രശ്നങ്ങൾ ഇല്ലാതെ അല്ല ഒരാളും കോടീശ്വരനാവുന്നതോ അല്ലെങ്കിൽ വെൽത്തി ആവുന്നതോ. യെസ്, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ, എത്രത്തോളം വെൽത്തി ആവാൻ നമ്മൾ തയ്യാറാവുന്നോ അത്രത്തോളം പ്രശ്നങ്ങളുടെ ഭീകരത വലുതാവും. അപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള കഴിവ് നമ്മൾ ആർജിക്കേണ്ടി വരും. അതിനാണ്
നമുക്ക് യൂണിവേഴ്സൽ എനർജി തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇട്ട് തരുന്നത്. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് നമ്മൾ അറിയാതെ വലിയ പ്രശ്നം വരുമ്പോഴും നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ആ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിച്ചോടുന്നവരാണ് സാധാരണക്കാർ, അല്ലെങ്കിൽ പുവർ പേ മെന്റാലിറ്റി എന്ന് പറയും. ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിന് മുമ്പോട്ട് ചാടി മേപ്പോട്ട് ചാടി അടുത്ത വലിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്. റിച്ച് പീപ്പിൾ ചൂസ് ടു പേ ബേസ്ഡ് ഓൺ റിസൾട്ട്സ്. അവർ അറിയുന്നത് പൈസ ഇട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു പുവർ മെന്റാലിറ്റി എപ്പോഴും അറിയുന്നത്, ഞാൻ ഈ പണിയെടുത്താൽ എനിക്ക് എന്ത് കിട്ടും, എനിക്കത് കിട്ടുന്നത് എന്റെ ചെലവിന് ഒക്കുമോ, എന്റെ ചെലവൊക്കെ നടക്കുമോ, ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സ്മോൾ തോട്ടലായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്കിൽ നിന്നും ലോണുകളും കാര്യങ്ങളും എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തിട്ടാണ് പല ബിസിനസ്സുകാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സുകൾ, ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടൊരു കാര്യമാണ്, $500 ബില്യൺ ഒരു ലോണായിരുന്നു അമേരിക്കൻ ബാങ്കിൽ നിന്നുള്ളത്. അദാനി കഴിഞ്ഞ ദിവസം വേണ്ടെന്ന് വെച്ചു, ആ ലോൺ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇവർക്ക് കൊടുത്തിരുന്ന അടിക്ക് ഒരു തിരിച്ചടി പോലൊന്ന് കൊടുക്കണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഒക്കെ ലോൺ എടുത്തിട്ട് പോർട്ട്, ശ്രീലങ്കൻ പോർട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ആ ലോൺ എടുക്കണമെങ്കിൽ അത്രയും എടുക്കുന്ന സമയത്ത് അവരുടെ റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ടേക്കിംഗ് മോർ ആൻഡ് മോർ റിസ്ക്. അതാ കാശ് ആദ്യം എറിച്ച് ലോൺ എടുത്ത് പൈസ ഇട്ട് അതിനുശേഷമാണ് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ റവന്യൂ വരാൻ പോകുന്നത് 2035 ശേഷം വരുന്ന റവന്യൂവിന് വേണ്ടിയാണ് ഇന്ന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ വെൽത്തി മെന്റാലിറ്റിയാണ്. വി ഹാവ് ടു കമ്പയർ വിത്ത് ദോസ് വെൽത്തി പീപ്പിൾ. റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ദെയർ നെറ്റ് വർത്ത്, പുവർ പീപ്പിൾ ഫോക്കസ് ഓൺ ദെയർ വർക്കിംഗ് ഇൻകം. റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ വെൽത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ തിങ്കിങ് അബൌട്ട് ഡെവലപ്പിംഗ് ദെയർ ഷെയർസ്. അവരുടെ ഷെയറിന്റെ വാല്യൂ കൂട്ടുക എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ദേ ആർ ഡെവലപ്പിംഗ് ദെയർ അസെറ്റ്സ്. അവരുടെ അസെറ്റ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ നെറ്റ് വർത്ത് എന്താണെന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരിക്കലും അന്നു കിട്ടുന്ന പൈസയിൽ നിന്ന് എത്ര ചെലവാക്കി എത്ര മിച്ചം വെക്കാൻ നല്ല ആലോചിക്കുന്നത്. ക്രിയേറ്റിംഗ് ദ നെറ്റ് വർത്ത്. ആൻഡ് റിച്ച് പീപ്പിൾ മാനേജ് ദെയർ മണി വെൽ. വളരെ വ്യക്തമായിട്ട് അവരുടെ പൈസ അവർ മാനേജ് ചെയ്യുന്നു. എവിടെ ഇട്ട് കഴിഞ്ഞാൽ എവിടെ നിന്ന് വളരും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. വളരുന്ന സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരവരുടെ പൈസ അവർക്ക് വേണ്ടി നല്ലോണം പടിയെടുക്കുന്നു. ദേ വർക്ക് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ. ആ ഒരു പേടിയൊന്നുമില്ല അവർക്ക്. പേടി ഓവർകം ചെയ്തുകൊണ്ട് ദേ ഗ്രോ ആൻഡ് ഓൾസോ ദേ ലേൺ കോൺസ്റ്റന്റ്ലി. റെഗുലർ ആയിട്ട് പഠിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് പറയുന്നത് ഇതാണ്: നിങ്ങൾ പുസ്തകം വായിക്കൂ. കാര്യം ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ വർഷത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷന്റെ പരസ്യം കണ്ടത്. പക്ഷെ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ വ്യക്തികളെയും എടുത്ത് കാണിച്ചിരുന്നു. ഓരോ വ്യക്തികളും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ അവരെല്ലാം പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയും മറ്റുള്ളവരുടെ അറിവുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാർ. സോ ലേൺ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവണം. പുതിയ പുതിയ ടെക്നോളജീസ് പഠിക്കാൻ തയ്യാറാവണം. അതിനകത്ത് പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. കാരണം പകർന്നു കൊടുക്കുന്നതോറും നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലേറെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കും. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പറഞ്ഞതിന്റെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് വെൽത്തി മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീംസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രീം സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ എടുത്തുള്ളത്. മാക്ലന്റെ ഒരു ബിസിനസ് നമ്മുടെ മുമ്പിൽ നമുക്ക് തന്നിട്ടുള്ളത് അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ എടുക്കാനാണ്. എന്താണ് മാക്ലന്റെ ബിസിനസിന്റെ പ്രത്യേകത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ ബിസിനസ്. ഇവിടെ നമുക്ക് ഒരു ഏരിയ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഒരു സാധാരണ ബിസിനസ് പോലെ ഇന്ത്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, തൃശ്ശൂർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എറണാകുളത്ത് മാത്രമേ ചെയ്യാൻ. നത്തിങ്. ദിസ് ബിസിനസ് ഈസ് വേൾഡ് വൈഡ്. ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാം. ലോകം മുഴുവൻ നമുക്ക് ബിസിനസ് ചെയ്യാം. ഒരാള് ഗൾഫിൽ പോയി വരുന്നു. ഗൾഫിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാരന്റെ കാര്യം ആലോചിക്കാം. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഗൾഫിൽ ശമ്പളം കൂടുതൽ കിട്ടിയിട്ടാണോ? നോ. ദ ഡിഫറൻസ് ഇൻ ദ കറൻസി വാല്യൂ ഉള്ള വ്യത്യാസമാണ് അവരുടെ വരുമാനം. ഇവിടെ നമ്മുടെ മാക്ലനിൽ കാണുന്ന ഒരു പ്രത്യേകത ഒന്ന് അറിയിച്ചു നോക്കൂ. ഒരൊറ്റ തവണ $100 ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ കിട്ടുന്ന റവന്യൂ എല്ലാം ഡോളറിലാണ്. അത് $100 ആയിക്കോട്ടെ, $1000 ആയിക്കോട്ടെ, $10,000 ആയിക്കോട്ടെ, കിട്ടുന്ന റവന്യൂ ഡോളറിലാണ്. × 90 ആണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ റേറ്റ്.
അല്ലെങ്കിൽ 89 ആണ്, അല്ലെങ്കിൽ 88 ആണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ റേറ്റ്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ 90 നമ്മൾ മേടിക്കുമ്പോൾ വിൽക്കുമ്പോൾ 88 കിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു മാർജിൻ എടുത്താലും 88 ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 88 ടൈംസ് ആണ് നമ്മുടെ വരുമാനം. പക്ഷെ നമ്മൾ ആകെപ്പാടെ ഒരൊറ്റ പ്രാവശ്യം $100 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു ടെക്നോളജി ബേസ്ഡ് പ്രോഡക്റ്റ് ആയത് കാരണം തന്നെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യാം. എന്ന് വെച്ചാൽ എക്സ്പെൻസസ് ഇല്ല. മറ്റുള്ള ബിസിനസ്സുകളുമായി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. വി ഹാവ് ടു ഇൻവെസ്റ്റ് ജസ്റ്റ് ഒരൊറ്റ തവണ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്ത് സൂമും അതേമാതിരി തന്നെ ഇലക്ട്രോണിക് മീഡിയാസ് ആയിട്ടുള്ള ഫോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ആഡ് ദ ബിസിനസ്. നമുക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാം. വി ആർ ഗിവിംഗ് ദ ബെസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ്. കാരണം ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ലോകത്ത് 5% താഴെ ആളുകൾക്ക് മാത്രമേ ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നോ ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ അറിയുള്ളൂ. ദാറ്റ് മീൻസ് 95% ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ അവര് നമ്മളുടെ ഈ പ്രോഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് മിറാക്കിൾസ്. അത്രയും വലിയൊരു മാർക്കറ്റാണ് വേൾഡ് ഓവർ ഉള്ളത്. അപ്പൊ ആ വേൾഡ് ഓവറുള്ള ആ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, എത്ര ഫാസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വി ക്യാൻ ക്രിയേറ്റ് lakhs of people, thousands of people, millions of people നമ്മുടെ ടീമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യല് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം നാളെ ട്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു റവന്യൂ കൂടി നമുക്ക് കിട്ടുക എന്നൊരു അവസ്ഥ കൂടി വരികയാണെങ്കിൽ വി ക്യാൻ ഏൺ മൾട്ടി മില്യൺസ്. അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ വലിയ കാശിറക്കി വലിയ ലിവറേജ് ഉണ്ടാക്കാൻ വേണ്ടി കോടികളൊന്നും ഇറക്കി ചെയ്യേണ്ട കാര്യം ഇന്നത്തെ കാലത്തില്ല. ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലിവറേജ് ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കൂ. വളരെ വിദ്യാഭ്യാസം വളരെ കുറവുള്ള ആളുകൾ പോലും ഇന്ന് ടെക്നോളജി ആയിട്ടുള്ള യൂട്യൂബ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽസ് ഒക്കെ നടത്തിയിട്ട് അതിനകത്തുകൂടി സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടി കമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചിട്ട് ലിവറേജ് വർദ്ധിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വരുന്ന ആൾക്കാർ കാണാൻ വരുന്ന ആൾക്കാർ വെറും കാണാനും കേൾക്കാനും മാത്രം വരുന്നവരാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് വരുന്ന ഒരു അവസ്ഥ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വളർന്നു വരുന്ന ഒരു സിസ്റ്റം വളർന്നു വരികയും അതിൽ കൂടി ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ച് കൂടിച്ചേരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും അവർക്ക് വേണ്ട ട്രെയിനിങ്സും മീറ്റിംഗ്സും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും നമ്മളുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്ന് വിഭാവനം ചെയ്ത് നോക്കൂ. എന്തായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ? നമ്മൾ ഉദ്ദേശിച്ച ഡ്രീംസും ഡിസയേഴ്സും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ബിസിനസ് വരണം അല്ലെങ്കിൽ എത്ര പൊസിഷൻ ആവണമെന്ന് നമ്മൾ കണക്ക് കിട്ടി അവിടെ നിന്ന് തിരിച്ചു പിന്നാക്കാൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഡ്രീംസിലേക്കും ഡിസയേഴ്സിലേക്കും എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ക്ലോസിംഗ് ദിസ് പ്രസന്റേഷൻ. നിങ്ങൾ ഇന്നത്തെ ദിവസം ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡ്രീംസും ഡിസയേഴ്സും എല്ലാം എഴുതി വെച്ച ആ പേപ്പർ ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. എങ്ങനെ നമുക്ക് അതിനകത്തേക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എത്താം എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.